ഓവർ തിങ്കിങ് നമുക്ക് വരുന്നുണ്ട്. ഇതൊരു മാനസിക രോഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു ശാരീരിക രോഗത്തിന് കാരണമാകുമോ? ഇതൊരു മാനസിക രോഗം തന്നെയാണ്. ഈ ഓവർ തിങ്കിങ് മാനസിക രോഗം തന്നെയാണ്, ഒരു മാനസിക വൈകല്യമാണ്. ഓക്കെ, ആൻസൈറ്റി മാനസിക വൈകല്യമാണ്. അത് കൂടിയ എന്ത് ചെയ്യും? ചില ഓവർ തിങ്കിങ് ചിലപ്പോൾ ഭർത്താവ് ലേറ്റായി, ഭാര്യ ഓവർ തിങ്കിങ്ങാണ്. ഇന്നിപ്പോൾ എവിടെ പോയി? കഴിഞ്ഞ ദിവസം വാട്സപ്പിൻ്റെ 10ാം ക്ലാസ് ഗ്രൂപ്പിൻ്റെ ഒരു അലുമിനിയം ഗ്രൂപ്പ് കഴിഞ്ഞതാണ്. ഇപ്പം അവളെടുത്ത് പോയോ, ചാറ്റ് ചെയ്തോ, ഓവർ തിങ്കിങ്ങാണ്. അത് കൂടി 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 മാനസിക രോഗം സംശയരോഗത്തിലോട്ട് എത്തിക്കുന്നു അല്ലേ? സംശയരോഗം മാനസികമാണ്. അത് പിന്നെ ആൻസൈറ്റി ഡിസോർഡറായി, വെപ്രാളായി, ഉറക്കം കിട്ടത്തില്ല. മാനസിക രോഗമാണത്. മാനസിക ആരോഗ്യവും മാനസിക രോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാനസിക ആരോഗ്യവും മാനസിക രോഗവും. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തകൾ നോർമലായിരിക്കുക എന്നുള്ളതാണ്, ആക്കി വെക്കുക എന്നുള്ളതാണ് മാനസിക ആരോഗ്യം അല്ലേ? നല്ല ബ്രെയിനിന് ന്യൂട്രീഷ്യസ് കൊടുക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷ്യസ് കൊടുക്കുന്നത്, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഡയറ്റ് ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന ശരീരമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന്. പക്ഷെ ശരീരമല്ല. മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് കൊടുക്കുന്ന ഒരു കെയറാണ്, ഹെൽത്ത് കെയറാണ്. തലച്ചോറിന് കൊടുക്കുന്ന ഹെൽത്ത് കെയറാണ്. നമ്മളതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണം? എന്ത് എക്സസൈസാണ് ചെയ്യണേ? എന്ത് ഫുഡാണ് കൊടുക്കുന്നത് അല്ലേ? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഹെൽത്ത് കെയർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈ ശരീരത്തിനെ കഴിഞ്ഞു. അതാണ് മാനസിക ആരോഗ്യം പോയാൽ ശരീരം പോയി. പക്ഷെ എല്ലാവരും തല തിരിച്ചാണ് ചിന്തിക്കുന്നത്. ശരീര ആരോഗ്യം കൊടുത്തിട്ട് മാനസിക ആരോഗ്യം ഉണ്ടാകാൻ നോക്കുക. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. മാനസിക ആരോഗ്യം കൊടുത്തിട്ട് ശാരീരിക ആരോഗ്യം ഉണ്ടാക്കുക. മാനസിക ആരോഗ്യം ഹെൽത്ത് കെയർ കറക്റ്റ് ആണെങ്കിൽ ശരീരം ഒക്കെയാണ്. അവന് ഹെൽത്താണ്, ഭയങ്കരമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും. അതിന് വേണ്ടത് നല്ലത് ചിന്തിക്കുക, കുശുമ്പും പരദൂഷണമൊക്കെ ഒഴിവാക്കുക. അതായത് വൈരാഗ്യം മാറ്റുക, വെറുപ്പ് മാറ്റുക, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുക. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും നല്ലതേ നടക്കും. സംഭവിച്ചത് നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന്. ഓക്കെ, ആ ഒരു മൈൻഡ് എടുക്കുക. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ മാനസികാരോഗ്യത്തിന് നമ്മൾ പ്രാർത്ഥന വളരെയധികം ആരോഗ്യപരമാണ്. നമ്മൾ ചിലപ്പോൾ തനിച്ചിരുന്ന് കുറച്ച് നല്ല സ്പിരിച്വൽ പാട്ടായിട്ട് കരഞ്ഞു കഴിയുമ്പോൾ എന്തൊരാശ്വാസമാണ്. തനിച്ചിരുന്ന് കുറച്ച് നേരം പള്ളിയിൽ പോയിട്ട് ആരാധന മുന്നിരുന്ന് കഴിയുമ്പോൾ എന്തൊരാശ്വാസമാണ്. അതൊരു മാനസികാരോഗ്യം ക്രിയേറ്റ് ചെയ്യല്ലേ. പോട്ടെ, ചില സമയത്ത് നമ്മൾ ഹെക്ടിക് ടൈമിൽ ഞാൻ ചെയ്യുന്നതാണ് മെലഡി ഇൻസ്ട്രുമെൻ്റൽ സോങ് കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? പിയാനോ, ഗിറ്റാറിസ്റ്റ്, വയലിൻ, ഫ്ലൂട്ട്. മാനസികാരോഗ്യം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. മനസ്സിലായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാം. മനസ്സിന്, തലച്ചോറിന് നല്ല ആശയങ്ങൾ കിട്ടുകയാണ്. നല്ല നല്ല ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ. നമ്മളെ മോട്ടിവേഷൻ, നമ്മളെ സെൽഫ് വാല്യൂവിനെ അല്ലെങ്കിൽ നമ്മളെ ഇടിച്ച് താത്തുന്ന തരത്തിൽ ബന്ധമല്ല, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അവിടെ അപ്പോൾ ഡിസ്കഷൻ വരുന്നു, സംസാരം വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? മാനസികാരോഗ്യം ഇൻക്രീസ് ആവുകയാണ്. നല്ല നല്ല പോസിറ്റീവ് ടോക്കുകൾ കേൾക്കുക. അവിടെയും തലച്ചോറിന് ഫുഡ് കിട്ടുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തലച്ചോറിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ബന്ധങ്ങൾ, നല്ല ടോക്കുകൾ, നല്ല സ്നേഹമുള്ള മനസ്സ്, അങ്ങനെയുള്ള അതാണ് മാനസികാരോഗ്യം. മാനസികാരോഗ്യം റെഡിയായ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല, സീരിയസ്ലി ഷുഗർ ഉണ്ടാവില്ല. ഈ ആൻസൈറ്റി ഓവർ തിങ്കിങ് കൊണ്ട് ഷുഗറും കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഇല്ല. ഓവർ തിങ്കിങ് ഷുഗറിൻ്റെ കാരണമാകുന്നു. ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ആൻസൈറ്റി, ആകുലത ക്യാൻസർ ആകുന്നു. ഇപ്പോൾ ആൻസൈറ്റി കൊണ്ടിട്ട് ചെറിയ ചെറിയ കോശങ്ങൾ ചത്തു തുടങ്ങുക. ഈ ചത്തു പോകുന്ന കോശങ്ങൾ അടിഞ്ഞുകൂടി ക്യാൻസർ ആവുകയാണ്. അപ്പോൾ ഈ അസുഖം, അതാ പറഞ്ഞ് മാനസികാരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മാനസികാരോഗ്യം നമ്മളെ ഒരു രോഗിയാക്കാനും മാനസിക രോഗിയാക്കുന്നു. നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും ശരീരത്തിന് ശ്രദ്ധ കൊടുക്കുന്നത്. ശരീരത്തിനല്ല, മനസ്സിന്, തലച്ചോറിനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്.